ഹലോ ഗൈസ്, നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഇന്നൊരു കൈപ്പക്ക ഫ്രൈ ആക്കാൻ. ഇതൊരു കൈപ്പക്ക നല്ല വൃത്തിയിലെല്ലാം കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇത് നമുക്ക് മുറിച്ചിട്ട് ഫ്രൈ ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് മുറിച്ചിടാൻ വേണ്ടി പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വട്ടത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. നേർങ്ങനെ മുറിച്ചെടുക്കുക. ഫ്രൈ ചെയ്യാനുള്ളതാണ്. എന്നിട്ട് അതിന് മുളക് പൊടി, ഉപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് എല്ലാം പെരക്കി കുറച്ച് സമയം ഒന്ന് വെക്കുക. അതിൻ്റെ ശേഷം വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഓരോന്നോരോന്നായി ഇട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ആക്കി കഴിക്കാത്തവർ ഇതൊന്ന് ഇങ്ങനെ ആക്കി കഴിച്ച് നോക്കണം. അപ്പോൾ മനസ്സിലാവും ഇതിൻ്റെ രുചി. കയ്പക്ക കഴിക്കാത്ത കുട്ടികളെല്ലാം ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കഴിക്കും. അങ്ങനെ ടേസ്റ്റാണ്. അധികം മൂക്കാത്ത കയ്പക്കയാണിത്. ആ കുരു ഉണ്ടെങ്കിൽ നമുക്കത് അന്നേരം എടുത്ത് കളയാം. ചെറിയ തോതിൽ കുരുവിൻ്റെ ഇതുണ്ട്. അപ്പം അങ്ങനത്തെ നമുക്കന്നേരം എടുത്തങ്ങ് കളഞ്ഞാൽ മതി. ചെള്ളാന്ന് ഫ്രൈ ആകുമ്പോൾ അതും കൂടി അങ്ങ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത്ര വലിയൊരിതൊന്നും ഉണ്ടാവില്ല. ചില കുരുവെല്ലാം ഞാൻ എടുത്ത് കളയുന്നുണ്ട്, ചിലതൊന്നും കളയുന്നില്ല. അങ്ങനെയാണ് കഴിക്കാൻ. നമ്മളിപ്പോൾ കൊണ്ടാട്ടെല്ലാം കഴിക്കുമ്പോൾ കുരുവടക്കം ഉണ്ടെങ്കിൽ കുരുവെല്ലാം ചില സമയം കഴിക്കുന്നില്ലേ, അതുപോലെ ചിലപ്പോൾ കഴിക്കാം. ചിലത് കഴിക്കുമ്പോൾ എന്തോ പോലെ ഉണ്ടാവും. മൂത്ത കുരുവെല്ലാം ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ചള്ളാകുമ്പോൾ അങ്ങനത്തെ ഇതുണ്ടാവില്ല. മൂത്ത കുരു പോലത്തെയെല്ലാം ഞാൻ എടുത്ത് കളയുന്നുണ്ട്. ആദ്യമെല്ലാം ചള്ളു പോലത്തെയായിരുന്നു. ഇപ്പം ഇനി കുറച്ച് ഉറപ്പ് കാണുന്നുണ്ട്. ഇങ്ങോട്ടെത്തുമ്പോൾ ഞാൻ എടുത്ത് കളഞ്ഞതുകൊണ്ട്. എന്നിട്ട് ഇനി ഒരു വിഷമം വേണ്ട. അപ്പം ഇതെല്ലാം മുറിച്ചിട്ട് കഴിഞ്ഞ് ഗൈസ്, ഇനി നമുക്കതിന് വേണ്ട മുളക്, മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലപ്പൊടി ഇടുന്നുണ്ട് ഒരു രുചിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് പെരട്ടി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഉപ്പിടുന്നുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഇടും. നിങ്ങൾക്ക് കഴിക്കാനായില്ല മക്കളെ, ഞാൻ ആക്കുന്നുണ്ട്. ചോറാകുന്നില്ല, ആയിക്കഴിഞ്ഞാൽ തരും. രാവിലത്തെ കഴിച്ചില്ലപ്പാ. ഇതെന്താ ഇടക്കിടക്ക് വിശക്കുന്നുണ്ട് നിങ്ങൾക്ക്? പൂച്ചക്കുട്ടി വന്നിട്ട് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കും തരൂ എനിക്കും തരൂ എന്ന് പറഞ്ഞിട്ട്. കുറച്ച് മസാലപ്പൊടി ഇടുന്നുണ്ട്, കുറച്ചേ ഇടുന്നുണ്ട്, അധികം ഇടുന്നില്ല. എന്നിട്ട് രുചിപ്പൊടി ഫ്രൈ ചെയ്യുന്നതിനുണ്ട്. അപ്പം ഞാനിതെല്ലാം കൂടി ഒന്ന് നല്ല വൃത്തിയിൽ പെരട്ടിയിട്ടുണ്ട് വെക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എല്ലാം പെരക്കി വെച്ച് കാണുന്നുണ്ടല്ലോ. ഒരു 5
5 മിനിറ്റ് വരെ ഇനി ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഗൈസ് 5 മിനിറ്റ് കഴിഞ്ഞു. ഇതാ നമ്മളെല്ലാം ആക്കി വെച്ചത്. അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ച് പാൻ അടുപ്പിട്ട് വെക്കാറുണ്ട്. പാന് ചൂടായതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ കാഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം കാഞ്ഞിട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇടുന്നുണ്ട്. ഇതായതിൻ്റെ ശേഷം ഇനി അടുത്ത് ഇടാം. എല്ലാം ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലോണം ഫ്രൈ ആയി വരുന്നുണ്ടോ, ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇവിടുന്ന് ഒന്നാവട്ടെ ഗൈസ്. ഇനി നമുക്ക് എല്ലാം ഇത് ഫ്രൈ ആയി കഴിഞ്ഞതിൻ്റെ ശേഷം കാണാം. അപ്പോൾ ഗൈസ് ഇതാ ഞാൻ ഒരുക്കിയിട്ടത് ഇതായി, അതിങ്ങോട്ട് എടുക്കുന്നുണ്ട്. പൂച്ച കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പൂച്ചേൻ്റെ വിചാരം മീനെങ്ങാനാക്കുന്നതാണ് തോന്നുന്നുണ്ട്. അപ്പം ഇനി രണ്ടാമത്തേലും ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്കെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞെങ്കിൽ
അതിൻ്റെ ശേഷം നമുക്ക് വീണ്ടും ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഇത് നമ്മളെല്ലാം വറുത്ത് കോരി എടുക്കുന്നതാണ്. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കൈപ്പക്ക ഫ്രൈ എല്ലാം റെഡിയായി. ഇതാണ് കൈപ്പക്ക ഫ്രൈ. എല്ലാം മൊത്തത്തിലെല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.